തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സുഹൃത്ത് അശോക് കത്ത, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അറ്റ്മോസ്ഫിയർ ഇലക്ഷൻ അടുക്കും തോറും കൂടുതൽ കമ്മ്യൂണലൈസ് ചെയ്യപ്പെടുന്നു. അതിന് ചോദിക്കാനൊരു കാരണം SNDPയുടെ പ്രസിഡന്റോ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു. അതായത് ഞങ്ങളാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായമാണ് ഏറ്റവും നിർണായക സമുദായം എന്ന് പറഞ്ഞ് വെക്കുവാണ്. അതായത് നിങ്ങൾക്ക് ഇലക്ഷൻ ജയിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിക്കണമെന്നാണ് അദ്ദേഹം എല്ലാ പാർട്ടികളോടും പറയുന്നത്. ഞങ്ങളെ DC ചെയ്യണം, ഞങ്ങളാണ് ഇതിന്റെ മെയിൻ കക്ഷികൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാക്കിയുള്ള സമുദായത്തെ പറ്റി പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന് പബ്ലിസിറ്റി കൊടുക്കണം തോന്നില്ല. പക്ഷെ ഇതെത്ര സാങ്കത്യമുള്ള ഒരു സംഗതിയാണ് അശോക്. ബിക്കോസ് കേരളത്തില് ഇതുവരെ അങ്ങനെ ആരും പച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് സമുദായത്തിന്റെ പേര് പറഞ്ഞ് ആരും ഇങ്ങനെ ഒരു സമുദായവും അങ്ങനെ ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്യാനുള്ള ധൈര്യപ്പെടുന്നത് എങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷമാണ് കേരള രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കുന്നത്? അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്തെ ശരിക്കും കീ പോയിന്റ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അതായത് കാന്തപുരത്തിനും സമസ്തയ്ക്കും ഒക്കെ കീഴ്പ്പെടുന്നവരാണ് ഇവിടുത്തെ LDF UDF ആണ്. അത് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുള്ള, അല്ലെങ്കിൽ ഈഴവ സമുദായം ഒരുപെട്ട് ഇറങ്ങിയാൽ വിവരമറിയും എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്നലെ വന്നത്. രണ്ടാഴ്ച മുമ്പ് കേരളത്തിലെ BJP പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേറൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ മേഖലകളിലും ഈ BJP പുനഃസംഘടനയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്, എല്ലാ മേഖലകളിലും ഈഴവർ അവഗണിക്കപ്പെടുന്നു. കാരണം അതിന്റെ ഈഴവ പ്രാതിനിധ്യം കുറവാണെന്നുള്ള മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ ഇത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ പലവിധ പോപ്പുലർ ആകാനുള്ള പലവിധ പ്രസ്താവനകൾ നടത്താറുണ്ട്. ഈഴവ സമുദായത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ബേസിക്കലി അടിസ്ഥാനപരമായിട്ടും LDFന്റെ കൂടെ പ്രത്യേകിച്ച് CPM-ന് അനുകൂലമായ വോട്ടിംഗ് നിലപാട് സ്വീകരിക്കുന്ന ഒരു സമുദായമാണ്. അത് ഈ എല്ലാ കാലത്തും അങ്ങനെയാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അശോക് ഇത് പറഞ്ഞു, അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സെൻറ്റൻസാണ്. ഞാൻ പലയിടത്തും ഡൽഹിയും പറയാറുണ്ട്. എന്തുകൊണ്ട് ഈഴവ സമുദായം പൊതുവെ CPM-ന്റെ കൂടെ നിൽക്കുന്നു? അത് ആലപ്പുഴ ജില്ലക്കാർക്കറിയാം. നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ആലപ്പുഴ ജില്ലയില് നമ്മളൊക്കെ വളരുന്ന സമയത്ത് ഭൂമി ഇല്ലാതിരുന്ന കുടിയാന്മാർക്ക് 10 സെന്റിന്റെ ഭൂമി അത് മിക്കവാറും ഈഴവരും അതിന് താഴെയുള്ള ജാതിക്കാരുമായിരുന്നു. അതല്ലേ ഇതിന്റെയൊക്കെ? അതാണ് അതിലേക്കാണ് ഞാൻ പറയാൻ വന്നത്. അതായത് 1957 ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി കഴിഞ്ഞപ്പോൾ തെക്കൻ കേരളത്തില് തിരുവിതാംകൂറില് അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഈഴവ സമുദായമായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് ആ സമയത്ത് കേരളത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ ഈഴവ ജന്മിമാരില്ല എന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം ചേർത്തല തൊട്ട് വർക്കല വരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 100-150 ഈഴവ ജന്മിമാരുണ്ടായിരുന്നു. അത് എന്താ പിന്നെ ഉണ്ട് അത് പിന്നെ എന്താണ് കായകുളത്തുണ്ട്. അങ്ങനെ ഈഴവ ജന്മിമാര് ധാരാളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈഴവ സമുദായത്തിന് അവര് ബേസിക്കലി കർഷകരും മറ്റേ കൊപ്ര ബിസിനസ്സുകളെ, കയറ് ബിസിനസ്സൊക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ചെറിയ ഇതിലായിരുന്നു. അതില് ഭൂപരിഷ്കരണ നിയമം സഹായിച്ച എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാട്ടക്കാരിൽ കൂടുതൽ പേരും ഈഴവരായിരുന്നു. അവർക്ക് ഈ പാട്ടഭൂമി കിട്ടിയപ്പോൾ അതിന്റെ ഒരു കൂറ് ഇടതുപക്ഷത്തോട്, പ്രത്യേകിച്ച് പിന്നീട് പാർട്ടി വളർന്നു കഴിഞ്ഞപ്പോൾ CPM-നോട് അവർ പുലർത്തി. അതാണ് ചെയ്തത്. വടക്കൻ കേരളത്തിലെ ഇതിന്റെ ഗുണഭോക്താക്കളുടെ കൂടെ തീയന്മാർക്കൊപ്പം തന്നെ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട്
അവിടുത്തെ മുസ്ലിം സമുദായത്തിനും LDF-നോട് ഒരു ചായ്വുണ്ട്. LDF അല്ല, CPM-നോട് ഒരു ചായ്വുണ്ടായിരുന്നു. ഇതാണ് കേരളത്തിലെ ഒരു പൊതു പരിതസ്ഥിതി. ഇതിന്റെ അകത്ത് ഒരു കാലത്തും വിള്ളൽ വിട്ട പറ്റിയിട്ടില്ല. EMS കുമാരനാശാൻ പട്ടും വളയും മേടിച്ച, ബ്രിട്ടീഷുകാരിൽ നിന്ന് പട്ടും വളയും മേടിച്ച ആളാണ് എന്ന് ആരോപിച്ചിട്ട് പോലും ആ ഇലക്ഷനിൽ EK നായനാർ ജയിച്ചു. EK നായനാരുടെ മന്ത്രിസഭ വന്നു. കാരണം EMS നമ്പൂതിരിപ്പാടിന് ഇതിന്റെ ആ കോററിയാം, ഇത് പോകില്ല. പക്ഷേ ആ സമയത്ത് തന്നെ പട്ടും വളയും മേടിച്ച സമുദായം എന്ന് പറഞ്ഞുകൊണ്ട് നായർ സമുദായത്തിന്റെയും പിന്നെ എന്താണ് ലിബറൽ ആയിട്ടുള്ള ക്രിസ്ത്യാനികളുടെയും കൂടെ വോട്ട് മേടിച്ചു. അതുപോലെ തന്നെ EMS എന്താണ് PJ ജോസഫിനോട് പള്ളിയം പട്ടക്കാരനെ തള്ളിയിട്ട് വരാൻ പറഞ്ഞു. അപ്പം അവർക്കൊക്കെ അറിയാം പൊളിറ്റിക്കൽ എന്താണ് ജീനസുകൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യും. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം, വെള്ളാപ്പള്ളി നടേശൻ എന്നല്ല, എല്ലാ സാമുദായിക നേതാക്കളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ സമുദായ അംഗങ്ങളെ വികാരഭരിതരാക്കി നിർത്തുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കേരളത്തില് BJPക്ക് ഒരു അനുകൂലമായ പരിതസ്ഥിതി നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ റാങ്ക് ആൻഡ് ഫയൽ വളരെ മോശമായതുകൊണ്ടാണ് ആ ഒരു പാറ്റേണിലേക്ക് ഒരു വോട്ടിംഗ് കേരളത്തിൽ വരാത്തത്. അപ്പൊ ഇവിടെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ എന്താണ് ഇവിടുത്തെ BJP അനുകൂലികൾ എന്ന് പറയുന്ന മോഡി ഫാൻസ് ആണ്, അല്ലാതെ BJPക്കാരല്ല, BDJSകാരല്ല. ഇപ്പൊ ഈഴവ സമുദായം അങ്ങോട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, മോഡി ഫാൻസിന്റെ കൂടുതൽ ചില ഉന്നത കുല ജാതരാണ് കൂടുതൽ. അല്ല അങ്ങനെയല്ല. അതല്ലേ എന്റെ തമാശ. കുട്ടനാട്ടിലെ പട്ടികജാതിക്കാരാണ് ഏറ്റവും കൂടുതൽ BJPയോട് ചായ്വ് കാണിക്കുന്നവര്. അതാണ് ഏറ്റവും വലിയ തമാശ. നമ്മള് ഇതിനെ വളരെ വ്യക്തമായിട്ട് കാണാം. എന്താ ഭൂപരിഷ്കരണം വഴി കുടിയും കൊച്ചുമക്കൾ, അതായത് രണ്ടാമത്തെ അവർക്ക് കുറച്ചുകൂടെ എന്താണ് മെച്ചപ്പെട്ട തലത്തില്, അല്ലെങ്കിൽ ഈ മുൻപ് സവർണര് ജീവിച്ചിരുന്ന തലത്തിലേക്ക് ഉയരാൻ ആഗ്രഹമുള്ളത് കൊണ്ട് അവര് ഒപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാതെ, അത് ഇപ്പോൾ CPM അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. CPM-ന്റെ അണികൾ വളരെയധികം കൊഴിഞ്ഞു പോയിരിക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട്. അപ്പൊ ഈ 10 വർഷം മുമ്പുള്ള ഒരു പരിതസ്ഥിതി അല്ല ഇന്നിപ്പോ കേരളത്തില്. അപ്പം അത് ഈ സാമുദായിക നേതാക്കൾക്ക് അറിയാം. തങ്ങളുടെ സേയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പം ഒരു സ്ഥാനാർത്ഥിയെ അത്യാവശ്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ ചേർത്തലയിലോ അല്ലെങ്കിൽ കായംകുളത്തോ ഒക്കെ ജയിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അതിനെ ഒരു കേരളത്തിന്റെ മൊത്തം പ്രതലത്തില് അങ്ങനെ ഒരു ഇമ്പാക്ട് കൊടുക്കാനായിട്ട് ഈ സമുദായത്തിന് കഴിയത്തില്ല. NSS ഇത് വളരെ അല്ല. പക്ഷെ അദ്ദേഹം പറയുന്ന പച്ചയ്ക്കുള്ള കമ്മ്യൂണൽ അത് സമുദായ അംഗങ്ങളെ എന്താണ് അവരിൽ വികാരം ഉണർത്തി SNDP അല്ലെങ്കിൽ തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിർത്താൻ വേണ്ടി മാത്രം പറയുന്നതാണ്. എല്ലാ സമുദായ നേതാക്കന്മാരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ NSSനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ മിനിമം ചെയ്യേണ്ടത് അദ്ദേഹത്തെ നവോത്ഥാന നായകൻ എന്നുള്ള ആ പദവി ചെയ്യണ്ടേ. അത് നവോത്ഥാനം ഒന്നും ഇപ്പോൾ ഇല്ല, അത് പോട്ടെ. അതൊക്കെ ഇപ്പം എന്ന് പറയുന്നത് എന്താണ് വെള്ളത്തിൽ വരച്ച വര പോലെ നിൽക്കുകയാണ്. കാരണം ഈ നവോത്ഥാനം കൊണ്ട് വെള്ളാപ്പള്ളി നവോത്ഥാന നായകനായിട്ട് നിൽക്കുമ്പോൾ എന്താണ് പർദ്ദയിട്ട സ്ത്രീകൾ അതിന്റെ എന്താണ് കേരളത്തിലൊരു ചങ്ങല നടത്തി കഴിഞ്ഞപ്പോ അതിൽ വന്ന് അണിനിരുന്നു. ഇപ്പൊ അവർക്കെതിരെയാണ് വെള്ളാപ്പള്ളി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് NSSനെ സമയത്തുള്ളതാണ്. NSSന് 1957 തൊട്ട് തന്നെ രാഷ്ട്രീയക്കാരുമായിട്ട്, അതായത് കോൺഗ്രസുമായിട്ട് നല്ല റിലേഷൻ, അവരുമായിട്ട് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഉണ്ടായിരുന്നു.
അപ്പൊ രാഷ്ട്രീയ ആളുകൾ വന്ന് കാണും, കോൺഗ്രസ്സുകാർ വന്ന് കാണും. അത് ഭരണത്തിന്റെ കാലത്ത് തുടങ്ങി. അവർ 1959 വിമോചന സമരം നടത്തി ഇടത് സർക്കാരിനെ പുറത്താക്കി, EMS സർക്കാരിനെ പുറത്താക്കി. പിന്നീട് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറി മറിഞ്ഞുമൊക്കെ നിന്നു. കിടങ്ങൂരൊക്കെ ആണെങ്കിൽ കരുണാകരന്റെ വളരെ വലിയ ശക്തമായ അഡ്വൈസേഴ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞ് NSS അല്ല, ഇപ്പോഴും സുകുമാരൻ നായരെ പറ്റി പറയുന്നത് അദ്ദേഹം ഖദറല്ലാതെ വേറൊന്നും ഇല്ല 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 അദ്ദേഹത്തിന്. അപ്പം കിടങ്ങൂരാണെങ്കില് ഇതിന്റെ അന്തസ്സത്തെ അറിയാത്ത ഒരാളായിരുന്നു. അദ്ദേഹം അതിന്റെ താഴെപ്പാടെ പ്രതീക്ഷിച്ചത് കേരളത്തിന്റെ കോൺഗ്രസിലൂടെ കയറി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ നോക്കുമോ എന്നുള്ള ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷെ അത്ര എടുക്കാനാകണ്ട എന്ന് പറഞ്ഞ് കരുണാകരൻ കാലെ പിടിച്ച് താഴെയിട്ടു. അതാണ് അതിന്റെ അത് സംഭവിച്ചത്. അപ്പം NSSന്റെ നേതൃത്വത്തിന് അറിയാം ഈ പറയുന്ന പൊളിറ്റിക്സിന്റെ അകത്ത് സാമുദായിക നേതാക്കളുടെ സ്വാധീനം ഇത്രയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് അവര് സമദൂര സിദ്ധാന്തം എടുത്തു. കാരണം ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചു കഴിഞ്ഞാൽ നായർ സമുദായം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് NSS സെക്രട്ടറിക്കോ NSSന്റെ അഡ്മിനിസ്ട്രേഷനോ വ്യക്തമായിട്ട് അറിയത്തില്ല. ഇതാണ് ഇവിടുത്തെ അടുത്ത സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞ 10 വർഷത്തിന് ഉള്ളിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. SNDPയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളിക്ക് അത് അറിയാമെന്നാണ് പറയുന്നത്. എങ്ങനെ വെള്ളാപ്പള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി വികാരം ഉണ്ടാക്കുന്നത്. വെള്ളാപ്പള്ളിക്ക് അറിയാം ഈ വികാരം എന്ന് പറയുന്നത് കുറച്ചു കാലമേ നിൽക്കത്തുള്ളൂ. തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഈ വികാരം നിലനിർത്താൻ വേറെ കാര്യങ്ങൾ പറയേണ്ടി വരും. അതായത് മത്താകാൻ കള്ള് വേറെ കുടിക്കണം എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ വരും. അന്നേരം വെള്ളാപ്പള്ളി എന്താ പറയുന്നുള്ളത് നമുക്ക് അന്നേരം കാണാം. ഇത് അതായത് അദ്ദേഹത്തിന്റെ സ്ഥാനം രാഷ്ട്രീയത്തിൽ, അതെ, രാഷ്ട്രീയത്തില് സ്ഥാനവും സ്വാധീനവും കേരള പൊതുസമൂഹത്തിലും സമുദായത്തിലും നിലനിർത്താൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ പലവിധ പ്രസ്താവനകൾ ഇറക്കും. ആള് വളരെ ശുദ്ധനാണ്, നല്ല മനുഷ്യനുമാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ആരും സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അതല്ലേ ഇതിന്റെ അകത്തെ കുഴപ്പം. കാരണം ഈഴവ സമുദായം ഏതാണ്ട് 80% CPM-ന് അനുകൂലമായിരുന്നെങ്കിൽ 30% ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട് BJP-യിലേക്ക്, അല്ലെങ്കിൽ മോഡി ഫാൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ഇറ്റ്സ് എ ഫാക്ട്. അത് സംഭവിച്ചു. അപ്പൊ അതുവഴി എങ്ങാനും ഏതെങ്കിലും ഒരു BJP-ക്കാരൻ ജയിച്ചു പോയാൽ ഉടൻ തന്നെ ഇദ്ദേഹത്തിന് പറയാൻ പറ്റും, ഞാൻ അന്നേ അത് പറഞ്ഞതാണ്, ഞങ്ങളോട് കളിക്കരുത്, അതവിടെ നിൽക്കട്ടെ. ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ ഒരു തമാശ 2026 തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ പൊട്ടിത്തെറിയായിരിക്കും. അത് എന്ന് പറയുന്നത് നേതൃത്വത്തിലൊന്നുമല്ല, അവിടുത്തെ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയും തൊഴിൽ നേടിയും സ്വന്തം കാലിൽ നിൽക്കാനും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും തുടങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ഈ മുസ്ലിം സാമുദായിക നേതാക്കന്മാർ ഇപ്പോഴും ചെയ്യുന്നതെന്ന് പറയുന്നത് അവരെ ഭീഷണിപ്പെടുത്തി ഇത് അവരുടെ എല്ലാ ഒരു ഫോക്കസും സ്ത്രീകൾക്കെതിരായിട്ടാണ്. അത് അവസാനം ഒരു വലിയ പൊട്ടിത്തെറിയിൽ സമാപിക്കും. ആ പൊട്ടിത്തെറി ഏത് സമയത്തും നടക്കേണ്ട സംഗതിയാണ്. അതെ. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സിനേറിയോ എന്തായിത്തീരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അത് മനസ്സിലാക്കാത്ത കക്ഷികളാണ് അതിന്റെ മത നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരും. അതാണ് അതിന്റെ അകത്തെ ഏറ്റവും വലിയ. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് അവരെ ചുരണ്ടാൻ പറ്റുന്നത്. കാരണം വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി വളരെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. ഈ ചുറ്റുപാടുകളെ നന്നായിട്ട് നിരീക്ഷിക്കാൻ അറിയാം. അതനുസരിച്ചിട്ട് വളരെ സരസമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കാൻ അറിയാം. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകിയാൽ അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഇസ്ലാമിനെ ആയിരിക്കും, കേരളത്തിലെ ഇസ്ലാം മതത്തിനെ ആയിരിക്കും. ഒരു മിനിറ്റ് ഇവിടെ. അപ്പം ഈ പറയുന്ന മത നേതാക്കന്മാർ മത കാര്യങ്ങളുമായിട്ട് ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരുന്നു കഴിഞ്ഞാൽ വളരെ മെച്ചപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സീൻ കേരളത്തിൽ ഉദയം ചെയ്യും. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ഇലക്ഷനും ചില അൺസർട്ടനിറ്റി എന്ന് പറയത്തില്ലേ, എല്ലാ ഇലക്ഷനും. അത് റിസൾട്ട് വരുന്നതിന് വരെ നമുക്ക് കാത്തിരിക്കാം. എങ്ങനെയൊക്കെ
ആൾക്കാർ എങ്ങോട്ടൊക്കെയാണ്. അല്ല, അതിൻ്റെ അത് ഒരു കാര്യം കൂടെ നമുക്ക് പറയണം. കേരളം പല സന്ദർഭങ്ങളിലും ഒരു പൊളിറ്റിക്കൽ പരീക്ഷണശാലയായിട്ട് മാറാറുണ്ട്. അടുത്ത പരീക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന മലബാറിലെ പൊട്ടിത്തെറിയായിരിക്കും. അങ്ങനെ ആ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കട്ടെ. ഇതിലൊക്കെ കൂടെ കേരളത്തിന്റെ നല്ല വശങ്ങൾ വരട്ടെ എന്നുള്ള ആശംസയോടുകൂടി, പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഈ ചർച്ച നടത്തുന്നു. നന്ദി, നമസ്കാരം.